ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഇൻ വൺ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. നമ്മുടെ ഇന്നത്തെ തേർഡ് ക്ലാസ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇന്നൊരു ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ആണ്. സോ നമ്മുടെ ആ ഫസ്റ്റ് ചാപ്റ്റർ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, PYQ. സോ ആ ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ബ്രെയിൻ ഫോം ചെയ്ത് നോക്കുവാണ്. ലൈക്ക് ആ ചോദ്യം കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയൊക്കെ പോകണം. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന ആൻസേഴ്സ് വിൽ ബി കമ്പാരിറ്റീവ്ലി ഈസി. സോ നമ്മൾ ഡയറക്റ്റ് ചില ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നുള്ളൂ. ആൻഡ് there were some doubts from your side. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നിന്ന് ചില ഡൗട്ട്സ് വന്നിരുന്നു. ലൈക്ക് വൺ വാസ് നമ്മൾ ടൈപ്സ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസിൽ തന്നെ ഡിയന്റോളജി, തീരിയോളജി, യൂട്ടിലിറ്റേറിയനിസം അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തല്ലോ എന്നൊരു കൺസേൺ പറഞ്ഞു. ആക്ച്വലി നമ്മൾ നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചറിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സംഭവം, ഒരു യൂണിറ്റ് ഉണ്ട്. വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സിനെ പറ്റിയും ഫിലോസഫീസിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ആ ടോപ്പിക് അവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ കൺസേൺ ഉണ്ടാവാൻ കാരണം മിക്കവാറും നിങ്ങൾ ഈ എത്തിക്സ് ആൻഡ് ഇന്റർഫേസിന്റെ ഒരുവിധ സ്റ്റാൻഡേർഡ് ബുക്സിലൊക്കെ ആ മൊഡ്യൂളിൽ തന്നെ മറ്റ് ആ ടോപ്പിക്സ് ഒക്കെ കവർ ആയേക്കും. ഓക്കെ, സോ അത് എടുക്കാൻ വിട്ടുപോയതല്ല, നമ്മൾ മറ്റേ ടോപ്പിക്കിൽ ഇന്റർലിങ്ക് ആയി വരുന്നത് കൊണ്ട് അത് അവിടെ ഇട്ടേക്കുവാണ്. സോ PYQs എടുത്ത് നോക്കുമ്പം ലൈക്ക് എത്തിക്സ് ആൻഡ് ഇന്റർഫേസ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളിൽ ലൈക്ക് ഡിയന്റോളജി അല്ലെങ്കിൽ ടീരിയോളജി ആയിട്ട് ബന്ധം വരുന്ന ചില ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യില്ല. അത് നമ്മൾ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സും കൂടി പഠിച്ചതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ അത് വിട്ടുപോയതല്ല, നമ്മുടെ ക്ലാസ് സ്ട്രക്ചറിൽ അത് ആ പാഠത്തിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ ഒരു ചോദ്യം വന്നിരുന്നു, ലൈക്ക് തനിയെ ആൻസർ എഴുതാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. വെൽ ഡൺ ഗൈസ്. അപ്പോ അപ്പോൾ വന്നൊരു ഡൗട്ടാണ് ലൈക്ക് റിഗാർഡിംഗ് ദ കോഡ് പേസ്ഡ് ക്വസ്റ്റ്യൻസ്. അത് എഴുതുന്നതിൽ ചില ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. സോ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ എത്തിക്സിൽ തന്നെ ഡീകോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഈ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നിങ്ങൾ ആദ്യമേ അതിലോട്ട് ഇറങ്ങുമ്പോൾ ലൈക്ക് എത്തിക്സ് വുഡ് ബി യു വിൽ ഫൈൻഡ് എത്തിക്സ് മോർ ചാലഞ്ചിങ്. ഈ പേപ്പർ തന്നെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. സോ അത് കുറച്ചും കൂടി പ്രാക്ടീസും നമുക്കൊക്കെ ഉണ്ടാവുമ്പോഴേ അത് പറ്റൂ. ആൻഡ് മോർ ഓവർ എത്തിക്സ് സിലബസ് ഫുൾ കവർ ആയതിനു ശേഷം ആണ് നമ്മൾ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാനുള്ള നോളജ് നമുക്ക് കിട്ടും. ഇപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ്, എത്തിക്സിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആൻഡ് ഈവൻ കേസ് സ്റ്റഡീസ് നമുക്ക് ഡയറക്ട്ലി ചെയ്തു തുടങ്ങാം. ബട്ട് കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡീകോഡ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് നോളജ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എത്തിക്സ് സിലബസ് ഒരു വട്ടമെങ്കിലും ഒന്ന് കവർ ആയിരിക്കണം. സോ അങ്ങനെ ഒരു കൺസേണും ഉണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്, ഇഫ് ദാറ്റ്സ് എ കൺസേൺ ഫോർ യു, റീഡ് സം ടോപ്പോസ്കോപ്പി. ഓക്കെ, ആ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവരെങ്ങനെ ടാക്കിൾ ചെയ്ത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ ചില കോഡ്സിനൊക്കെ മിനിമം നോളജ് വെച്ച് നമുക്ക് ചിലപ്പോൾ ഈ എത്തിക്സ് ആൻഡ് ഇന്റർഫേസ് ചാപ്റ്റർ മാത്രം കൊണ്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ചില കോഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോൾഡ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. സോ യാ അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത് ചില കോഡ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അതൊരു കൺസേൺ ആണെങ്കിൽ. ബട്ട് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പൊ നിങ്ങൾ എത്തിക്സ് ആൻസർ റൈറ്റിനോട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആദ്യം നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ചില ക്വസ്റ്റ്യൻസ് ആണ്. കോഡ് പേസ്റ്റ് അല്ല, അല്ലാതെ ഡയറക്റ്റ് ചില ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഫ്രം ദ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, സോ വെൽക്കം ടു ദ ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ബൈ ദ പ്രോഗ്രാം എത്തിക്സ് യൂസിങ് കോമൺ സെൻസ്. സോ എത്തിക്സ് ആൻസർ റൈറ്റിംഗിന്റെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, കേസ് സ്റ്റഡീസ് ഞാൻ പറഞ്ഞു, വി വിൽ ഡീൽ വിത്ത് ഇറ്റ് ലേറ്റർ. അതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഓക്കെ, സോ നമുക്ക് ആൻസർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സോ മറ്റ് GS പേപ്പേഴ്സ് എഴുതുന്ന പോലെ തന്നെ ഒരു ഇൻട്രോ, ബോഡി, വേ ഫോർവേഡ്, കൺക്ലൂഷൻ, ഈ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ബോഡി തന്നെ ആയിരിക്കും നമ്മുടെ വേ ഫോർവേഡ് വരുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷൻ പാർട്ടിലായിട്ട് നമ്മൾ കുറച്ചൊരു വേ ഫോർവേഡ് നേച്ചറിൽ കൺക്ലൂഡ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ആയിരിക്കും. മറ്റ് പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ആയിരിക്കും. അതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചാലഞ്ചസ്, സൊല്യൂഷൻസ്, വേ ഫോർവേഡ് ഒക്കെ ചോദിക്കുകയും ചെയ്യും. സോ നമുക്കൊരു ഹെഡിങ് എഴുതി അല്ലെങ്കിൽ അത് വേർതിരിച്ച് എഴുതാനുള്ള ഒരു ലാവിഷ്നെസ് നമുക്ക് മറ്റു പേപ്പറിൽ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാര്യം. ആ ചോദ്യം ചിലപ്പോൾ ഇതൊന്നും ഡയറക്റ്റ് ചോദിക്കില്ല, ബട്ട് നമ്മൾ ആ ചോദ്യമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെ നമ്മളത് പ്രസന്റ് ചെയ്ത് പോകണം. ഒരു വേ ഫോർവേഡ് കൊണ്ടുവരണം, ഒരു സൊല്യൂഷൻ മോഡലിലൊക്കെ നമ്മൾ ആൻസർ റൈറ്റിംഗ് എഴുതി പോകണം. അതുപോലെ അതുകൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ്. ഓക്കെ, പക്ഷെ ആകെ ചോദ്യം ചോദിച്ചേക്കുന്നത് ഒരു കോട്ട് പോലെ വന്നോ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മളൊരു ഈ ഒരു സ്ട്രക്ചറിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മുടെ
ഓക്കെ, കുറച്ചൊരു ക്രിയേറ്റീവ്നെസ് ഒക്കെ നമുക്ക് വേണ്ടി വരുന്ന ഒരു പേപ്പറും കൂടിയാണ് എത്തിക്സ് പേപ്പർ. സോ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ് ഇതാണ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം, ആൻഡ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന എത്തിക്കൽ ഇഷ്യൂവിന്റെ ഒരു കോർ അനാലിസിസ് ആണ്, അത് വേണം. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജും കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു കൺക്ലൂഷൻ പോലെ ഒരു സ്റ്റേറ്റ്മെന്റും കൊടുക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. സോ നമ്മൾ എത്തിക്സ് ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഹിറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലായി എന്ന് തെളിയിച്ചു കൊടുക്കണം എക്സാമിന്. അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷന്റെ മെയിൻ പാർട്ട്. ഓക്കെ, മറ്റ് GS പേപ്പറിലും അങ്ങനെയാണ്. എന്നാലും നമുക്ക് മേ ബി കുറച്ചൊരു എക്സ്പ്ലനേഷൻ വഴിയൊക്കെ മറ്റേത് തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യനിൽ ഹിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ കോട്ട് ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് പറഞ്ഞു തന്നെ നമ്മളങ്ങ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, സോ യാ, വി ഷുഡ് ഡിഫൈൻ ദ കീ ടേംസ് ഇൻ സിമ്പിൾ എത്തിക്കൽ ലാംഗ്വേജ്. ചിലപ്പോൾ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ എത്തിക്സ്, വാട്ട് ആർ വാല്യൂസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ എത്തിക്സ് എന്താണ്, വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന എക്സ്പ്ലനേഷൻ, നമ്മൾ സിമ്പിൾ ലാംഗ്വേജിലുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ക്ലാസ്സിൽ തരുന്നത്. സോ അത് അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുക്കുക ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഓക്കെ, ക്യാൻ ട്രൈ ടു ലിങ്ക് ഇറ്റ് വിത്ത് വാല്യൂസ്, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമുക്ക് അവിടെ തന്നെ പറ്റുമെങ്കിൽ മറ്റ് എത്തിക്കൽ വാല്യൂസ് ആയിട്ടോ, ഇപ്പം ഇമോഷണൽ, ഓക്കെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ ഇമോഷണൽ ഇന്റലിജൻസ്, ഇപ്പം പഠിച്ചൊരു ടോപ്പിക്കായിട്ട് നോക്കാം. ഇപ്പൊ എത്തിക്സ് എന്താണെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് അതുമായിട്ട് വാല്യൂസിനെ കണക്ട് ചെയ്യാം, അല്ലേ? എത്തിക്സ് ആൻഡ് മറ്റ് എത്തിക്കൽ വാല്യൂസ് വേണേൽ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാം. അത് ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ബേസിക്കലി ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ചോദിച്ചേക്കുന്ന സാധനം ഒരു സിമ്പിൾ ലാംഗ്വേജ് എഴുതാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഡെഫിനിഷൻ എഴുതി കൊടുക്കുക ഇൻ നോർമൽ ക്വസ്റ്റ്യൻസ്. ഇൻ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ആ എത്തിക്കൽ ഇഷ്യൂ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. 2022 PYQ ആണ്. ഒരു പീറ്റർ സ്റ്റുവർട്ട്. ഓക്കെ, പേരിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. പുള്ളി തന്നേക്കുന്ന ഒരു കോഴ്സ് ആണ്. എത്തിക്സ് ഈസ് നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് യു ഹാവ് ദ റൈറ്റ് ടു ഡു ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ടു ഡു. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു തലകറക്കോലം ഫീൽ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് നോർമൽ. ഓക്കെ, സോ എത്തിക്സ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയി വരാറുണ്ട്, കുറച്ച് ഫിലോസഫിക്കൽ ആംഗിൾ ഉണ്ടായതുകൊണ്ട് ലൈക്ക് അവിടെ നിന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ, ലൈക്ക് എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രെയിൻ ജസ്റ്റ് ഫ്രീസസ്. സോ അവിടെ നിന്ന് ഇത് നമ്മുടെ ആവശ്യമാണ്. സോ സോ അത് ടാക്കിൾ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ ഐ ഹാവ് ഫൈൻഡ് ഔട്ട് ഡിഫറെന്റ് വേസ് ഓൺ ഡൂയിങ് ദാറ്റ്. സോ നമ്മുടെ കോഡ് ബേസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ എടുക്കും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് അസോസിയേഷൻ ഡ്രില്ലൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. സോ അവിടെ നോക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരാം. എത്തിക്സ് ഈസ് നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് യു ഹാവ് ദ റൈറ്റ് ടു ഡു ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ടു ഡു. ഇത് ആലോചിക്കാണ്. വാട്ട് യു ഹാവ് ദ റൈറ്റ് ടു ഡു എന്ന് ആലോചിക്കുമ്പം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ അവകാശമുണ്ട്. ഈ അവകാശം ആര് തരുന്നു? നിയമവും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ വഴി തരുന്നു. അവകാശം, ലീഗൽ അവകാശങ്ങൾ എന്നുള്ള റൈറ്റ് ആയി ഒരു സംഭവം അല്ലേ? അതും വാട്ട് ഈസ് റൈറ്റ് ടു ഡു. ഇപ്പം നിയമപരമായ ഉണ്ടെന്ന് പറഞ്ഞത് ലീഗൽ ആയിരിക്കണം എന്നൊരു ഇതില്ലെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം എനിക്ക് ചെയ്യാൻ എന്തൊക്കെ അവകാശമുണ്ട് വെസസ് എന്താണ് ശരിക്കും ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് തമ്മിലുള്ള ഒരു ബാറ്റിലാണ്, ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ ചോദ്യം പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് ആ എഴുതിയേക്കുന്ന പോലെ. ദ കോട്ട് ബൈ പോട്ടർ സ്റ്റുവർട്ട് highlights the distinction between legal rights and moral responsibility. ഓക്കെ, ലീഗൽ റൈറ്റ്സ് ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ആ കുറച്ച് കീവേഡ്സ് അവിടെ കൊണ്ടുവരുവാണ്. അതായത് ആ കോട്ടിനെ നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഓക്കെ, അതായത് ആ അർത്ഥം തന്നെയല്ലേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ആംഗിളിലുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പം ഉള്ള അതേ മീനിങ് നമ്മൾ ഒരു അത്രയും വാക്കുകളിൽ തന്നെ ലൈക്ക് ഇൻ ഡിഫറെന്റ് വേ നമ്മളത് അവതരിപ്പിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഇല്ലാത്ത കുറച്ച് വേർഡ്സുമായിട്ട് അത് ലിങ്ക് ചെയ്തല്ലേ, അസോസിയേറ്റ് ചെയ്ത്. ലീഗൽ റൈറ്റ്സ്, മോറൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ജസ്റ്റ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, നമ്മളൊന്നും തലയിൽ മലയാളത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു കാണും. എന്താണ് ചെയ്യാൻ അവകാശം അല്ലേ, അതായത് ലീഗൽ റൈറ്റ്സ്. അതിന്റെ കൂടെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, അതായത് മൊറാലിറ്റി എന്ന് പറയുന്നത്, മൊറാലിറ്റി അനുസരിച്ചുള്ള ശരി എന്താണ്, മോറൽ റൈറ്റ്സ്. അത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ ചോദ്യത്തിന്റെ ഒരു സത്ത് അല്ലേ. സോ അതെന്താണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. സോ
ഓക്കെ. അപ്പൊ ഇവിടെ പലർക്കും എനിക്കും പ്രശ്നം തോന്നിയതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വേർഡ്സ് പെട്ടെന്ന് കൈ കിട്ടുന്നില്ല. മോറൽ റൈറ്റ്സ്, മോറൽ റെസ്പോൺസിബിലിറ്റി, ഒന്ന് വൊക്കാബുലറിയുടെ കുറവുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ അറിയാവുന്ന വാക്കുകൾ തന്നെ ആയിരിക്കും. പല PYQs ചെയ്യുമ്പോൾ, പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലായി അറിയാവുന്ന വാക്കുകളാണ്, ബട്ട് അത് അസോസിയേറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സോ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ ഇനി വരും സെക്ഷൻസിൽ ഒരു വേർഡ് അസോസിയേഷൻ ഡ്രിൽ, നേരത്തെ പറഞ്ഞ ഒരു വേർഡ് അസോസിയേഷൻ ഡ്രിൽ നമ്മൾ നടക്കും. അവിടെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഇപ്പം അഡ്വേഴ്സിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് റെസിലിയൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം, അല്ലേ? ഈ വാക്കുകളൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. അതുപോലെ ഡെഡിക്കേഷനായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം, അല്ലെ? അഡ്വേഴ്സിറ്റി ഒരു ഭയങ്കര പരിതാപകരമായ അവസ്ഥ, അതുമായിട്ട് ചിന്തിച്ച് കഴിയുമ്പം ലൈക്ക് പരിതാപകരമായ അവസ്ഥ ഓവർകം ചെയ്തു വരുന്ന ഒരാൾ, അവിടെ റെസിലിയൻസ് വരാം, പെർസീവിയറൻസ് വരാം, ആൻഡ് അത് കാരണം അവൻ ഡെഡിക്കേഷൻ വരാം, അല്ലേ? ഇങ്ങനെയുള്ള വാക്കുകളിലോട്ട് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു വേർഡ്സ് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേർഡ് അസോസിയേഷൻ വിൽ ബി ലോഞ്ച് സോ. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. സോ ഇൻ കോഡ് പേസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇൻ ദ ഇൻട്രോ ഈസ് we will be explaining the meaning of the statement in a simple language by using some ethical keywords. ഇവിടെ നമ്മൾ മോറൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റൈറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സ് ഉണ്ട്, അല്ലേ? യാ, ദാറ്റ്സ് ഓൾ ഫോർ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ് ചോദിച്ചേക്കുന്നത് അത് സിമ്പിൾ ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ കോട്ടിനെ ഒന്ന് സിമ്പിൾ ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു യൂസിങ് എത്തിക്കൽ കീവേഡ്സ്. ഓക്കെ, ഇത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്യാൻ ബി ഫോളോഡ് ബൈ എ കണക്ടിങ് സ്റ്റേറ്റ്മെന്റ്. ഇൻട്രൊഡക്ഷൻ ഇന്ന് ബോഡിയിലോട്ട് പോകുമ്പോൾ ആ ഒഴുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി ക്യാൻ ആഡ് ആൻഡ് കണക്ടിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കണക്ടിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി, ഒരു സ്പേസ് ഇട്ടു, ആൻഡ് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ്, വൈൽ ലോസ് ഗ്രാൻഡ് ഇൻഡിവിജ്വൽസ് സർട്ടൺ റൈറ്റ്സ്, എത്തിക്സ് ഡിമാൻഡ് എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് എൻഷുവേഴ്സ് ഫെയർനെസ്, ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ഗുഡ്. ഓക്കെ, ഇത് എല്ലാ ക്വസ്റ്റ്യനിലും പറ്റണമെന്നില്ല, ജസ്റ്റ് ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് വെച്ചോ. നമ്മുടെ ആൻസേഴ്സിന്റെ ഒക്കെ ഒരു ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് എ കണക്ടിങ് സ്റ്റേറ്റ്മെന്റ്. വി ക്യാൻ യൂസ് ദിസ് ടൈപ്പ് ഓഫ് കണക്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ അതർ GS പേപ്പേഴ്സ് ആസ് വെൽ. അതൊക്കെ നമുക്ക് പിന്നീട് ഡീൽ ചെയ്യാം. സോ ഒന്ന് മനസ്സിലാക്കുക, കണക്ടിങ് സ്റ്റേറ്റ്മെന്റിന്റെ സ്കോപ്പ് എത്തിക്സ് പേപ്പറിൽ നല്ലതുപോലെ ഉണ്ട്. ഓക്കെ, യാ, ഇനി കോർ അനാലിസിസ് അല്ലെങ്കിൽ ബോഡിയിലോട്ട് പോവാം. സോ ആ ക്വസ്റ്റ്യന്റെ നേച്ചർ അല്ലെങ്കിൽ ഡയമെൻഷൻ ആയിരിക്കും നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ എഴുതേണ്ടി വരുന്നത്. നേച്ചർ ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, എത്തിക്സ് എന്താണെന്ന് ചോദിച്ചിട്ട് അതെങ്ങനെയാണ് മനുഷ്യന്റെ ഡെയിലി ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നതായിരിക്കും ചോദ്യം. അപ്പൊ നേച്ചർ അല്ലെങ്കിൽ ഡയമെൻഷൻ എന്താണ്, ഇമ്പാക്ട് എന്താണെന്നാണ്. അപ്പൊ ഇമ്പാക്റ്റിൽ തന്നെ നമുക്ക് പലത് എഴുതാം. പോസിറ്റീവായിട്ട് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, നെഗറ്റീവായിട്ട് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് മറ്റ് ഡയമെൻഷനുകൾ കൊണ്ടുവരാം. ഓക്കെ, ഇൻഡിവിജ്വൽ ലെവൽ, സൊസൈറ്റി ലെവൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. ഇനി ചിലപ്പോൾ ചോദിച്ചേക്കുന്ന നേരത്തെ ചോദ്യത്തിൽ കണ്ടില്ലേ, മോറൽ റൈറ്റും മോറൽ റെസ്പോൺസിബിലിറ്റിയും ലീഗൽ റൈറ്റ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എത്തിക്കൽ കൺസേൺസ് അവിടെ എന്താണെന്നുള്ളത് എഴുതാം. ഇപ്പൊ ചില ചോദ്യങ്ങൾ ഇമ്പാർഷ്യാലിറ്റിയെ പറ്റിയായിരിക്കാം, ഇന്റഗ്രിറ്റിയെ പറ്റിയായിരിക്കാം, ജസ്റ്റിസ് ആൻഡ് ഫെയർനെസിനെ പറ്റിയാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊരു ജനറൽ ഡിസ്കഷൻ ആയിരിക്കും സാധാരണ ബോഡിയിൽ അല്ലെങ്കിൽ കോർ അനാലിസിസിൽ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ചില സമയത്ത് നമ്മൾ നേരത്തെ ഇമ്പാക്ട് ചോദിക്കാം, അല്ലെങ്കിൽ കോൺസിക്വൻസസ് ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കോൺസിക്വൻസ് ആംഗിളിൽ നിന്ന് നമ്മൾ സ്വമേധയ എഴുതി തുടങ്ങും എത്തിക്സിൽ. ഓക്കെ, സോ എത്തിക്സ് ഒരുവിധപ്പെട്ട ചോദ്യങ്ങളിലെല്ലാം ആ കോൺസിക്വൻസ് ആംഗിൾ കാണും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡയമെൻഷൻ ചെറിയ പ്രയോറിറ്റി എങ്കിലും കൊടുത്ത് എഴുതും. ഓക്കെ, യാ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എത്തിക്സിലെ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമ്പിൾസ്. നമ്മൾ എഴുതുന്ന ഓരോ പോയിന്റും എക്സാമ്പിൾ എഴുതാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഹ്യൂജ് അഡ്വാൻറ്റേജ്. ബട്ട് സ്പേസ് ലിമിറ്റേഷൻ ഒക്കെ കാരണം നമുക്ക് എക്സാമ്പിൾസ് കൊണ്ടുവരുമ്പം ലൈക്ക് നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റ്സ് ചിലപ്പോൾ കുറയാം, അങ്ങനെയൊക്കെ വരും. അപ്പം ഇത് പല രീതിയിൽ ടാക്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന്, ഓരോ എക്സാമ്പിൾസിനും ഓരോ പോയിന്റ്സിനും ഓരോ എക്സാമ്പിൾ കൊടുക്കും, അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് എഴുതിയിട്ട് 5 പോയിന്റിലെയും കൂടി കീവേഡ്സ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി എക്സാമ്പിൾ. അത് കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ആൻഡ് അടിപൊളി സംഭവമാണ്. അത് നമുക്ക് ത്രൂ പ്രാക്ടീസ് നേടിയെടുക്കാം. അപ്പൊ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിനും എക്സാമ്പിൾ കൊണ്ടുവരാൻ ശ്രമിച്ചോ. അപ്പൊ കോർ അനാലിസിസ് ഇതാണ്. ഒന്നെങ്കിൽ നേച്ചർ ഡയമെൻഷൻ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂ, അവിടെ പറഞ്ഞേക്കുന്ന എത്തിക്കൽ വാല്യൂവിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും. സോ അത് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി വേ ഫോർവേഡ് ആയിട്ട് നമ്മൾ യൂഷ്വലി എഴുതുന്ന എത്തിക്കൽ ആൻഡ് സോഷ്യൽ മെഷേഴ്സ് ആണ്. എത്തിക്കൽ ആൻഡ് സോഷ്യൽ മെഷേഴ്സ് ആണ് നമ്മൾ യൂഷ്വലി എഴുതുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സ്, നേരത്തെ മീൻസ് ഫസ്റ്റ് ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ സോഴ്സസ് ഓഫ് എത്തിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം, അല്ലെങ്കിൽ എത്തിക്സ് എങ്ങനെ വളർത്താം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
എത്തിക്സ് എങ്ങനെ വളർത്താം എന്നുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചിരുന്നു അല്ലേ? നമുക്ക് ടീച്ചിങ് വഴി പഠിപ്പിക്കാം, അല്ലെങ്കിൽ എന്താണ് കൾച്ചർ, റിലീജിയൻ, ഫാമിലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? സോ അങ്ങനെയുള്ള എത്തിക്കൽ ആൻഡ് സോഷ്യൽ മെഷേഴ്സ് ആയിരിക്കും നമ്മൾ യൂഷ്വലി മിക്ക ആൻസേഴ്സിലും എഴുതാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് കൊണ്ടുവരാം, ട്രെയിനിങ് ആൻഡ് പരിപാടീസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവരാം, അങ്ങനെയുള്ളത്. ഈ വാക്കുകളൊക്കെ നമ്മൾ ഇനി പഠിക്കുവേ, ആരും കേട്ട് പേടിക്കേണ്ട. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് പാഠങ്ങളിലും പ്രോബിറ്റി ആൻഡ് ഗവർണൻസിലൊക്കെ ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോവാം. ഈ സ്ട്രക്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ മെഷേഴ്സ് അതിന് സ്കോപ്പ് ഉണ്ട്, നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് കൊണ്ടുവരാം. ബട്ട് വേ ഫോർവേഡ് ഒക്കെ ആയിട്ട് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് ഒരു എത്തിക്സ് പേപ്പറാണ്, GS ഫോർ എക്സാം ഫോർ പേപ്പറാണ്. സോ what should be trying to bring is some social and ethical angle way forward. Okay, so that's how we write the way forward nature. So നമുക്ക് ഒന്നെങ്കിൽ വേ ഫോർവേഡ് ഉപയോഗിച്ച് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ ഇപ്പം സൊല്യൂഷൻ എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യത്തിന് നമുക്ക് കൺക്ലൂഷൻ പാർട്ടായിട്ട് ആ വേ ഫോർവേഡ് എഴുതാൻ പറ്റില്ല. ആക്ച്വലി ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഒരു വലിയ വെയിറ്റേജ് കൊടുക്കുന്ന പാർട്ടാണ്. സോ വി ക്യാൻ ബ്രിങ് ഇൻ സം അതർ കൺക്ലൂഷൻ. സോ കൺക്ലൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് if you can study some quotes that would come in handy in conclusions. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോന്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു എന്താണ് ഗാന്ധിയുടെയൊക്കെ ചെറിയ ചെറിയ കോഡ്സ് ഉണ്ട്, അതൊന്ന് രണ്ടെണ്ണം പഠിച്ചു വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ വേറെ സോഴ്സസ് ഒന്നും നോക്കി പോണ്ട, നമ്മുടെ PYQs തന്നെ മതി. ഇപ്പൊ ഒരു വട്ടം ചോദിച്ച സോഴ്സ് ഇത് പിന്നെ അവർ ചോദിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ അവർ ഓൾറെഡി ചോദിച്ചൊരു കോട്ട് എടുത്ത് തിരിച്ച് എഴുതി കൊടുക്കുമ്പോൾ അവർക്കും കറക്റ്റ് ആയിരിക്കുമ്പോൾ കുളിരൊക്കെ തോന്നുമായിരിക്കും, അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ്സ് സംതിങ് വി ക്യാൻ ഡു. അവർ PYQന് ചോദിച്ച ചില കോഴ്സ് നമുക്ക് അതേപോലെ പഠിച്ചു വെക്കാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, കോട്ട് പഠിക്കുക, അത് പഠിച്ച ആളെ മീൻസ് അത് പറഞ്ഞ ആളെ ഓർത്ത് വെക്കുക എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അപ്പൊ ലിമിറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, കുറച്ച് കോഴ്സ് പഠിച്ചു വെക്കുക. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ ട്രൈ ടു ലേൺ സം കോഴ്സ്. ഒരുപാട് ലെങ്തി കോഴ്സ് ഒന്നും പഠിച്ചു വെക്കരുത്, നമ്മുടെ വേർഡ് ലിമിറ്റിനെ അധികം ബാധിക്കരുത്. ലൈക്ക് ഒരു ലൈനിൽ അടിപൊളിയായിട്ട് എഴുതി തീർക്കാൻ പറ്റിയ, മൾട്ടിപ്പിൾ അർത്ഥങ്ങൾ വരുന്ന, അർത്ഥതലങ്ങൾ വരുന്ന, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ, നമുക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളിൽ എഴുതാൻ തോന്നുന്ന, ഇപ്പൊ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ മറ്റ് ചില ഇന്റഗ്രിറ്റിയും ഈ വാല്യൂസ് എല്ലാം കൂടി നമുക്ക് ചിലപ്പോൾ ഒരു കോട്ട് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. നമ്മൾ കോഴ്സ് കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോറൽ തിങ്കേഴ്സ് ചാപ്റ്റേഴ്സ് വരുമ്പോൾ കുറച്ച് കോഴ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നു. സോ ഡോണ്ട് വെറി, നിങ്ങളും കണ്ടുപിടിക്കുക. ഡോണ്ട് റിലേ കംപ്ലീറ്റ്ലി ഓൺ ദിസ് ക്ലാസ്. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ്, പത്രം വായിച്ചും എല്ലാം നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരിക. ഇനി കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. ഓക്കെ, അതുമായിട്ട് ലിങ്ക് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രിയാമ്പിൾ തന്നെ എടുക്കാം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഓക്കെ, ആൻഡ് യൂണിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇത് കൊണ്ടുവരാം. പ്രിയാമ്പിൾ യൂണിറ്റി ഉണ്ടോ? യാ. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ റൈറ്റിംഗ് സെക്ഷൻ. സോ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു 6-7 ചോദ്യങ്ങളാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ പല ചോദ്യങ്ങൾ മറ്റ് പാഠങ്ങളുമായിട്ട് ലിങ്കേജ് വരുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ നമ്മളിന്ന് നോക്കുന്നുള്ളൂ. റെക്കോർഡിംഗ്, യാ, ഇറ്റ്സ് ഓൺ. യാ. സോ എക്സ്പ്ലെയിൻ ഹൗ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. എക്സ്പ്ലെയിൻ ഹൗ എത്തിക്സ് കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. എത്തിക്സ് എങ്ങനെയാണ് സോഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീയിങ്ങിനെ സഹായിക്കുന്നത്? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദിച്ചാൽ എന്തായാലും നമുക്ക് പെട്ടെന്ന്, ലൈക്ക് നമ്മുടെ ടൈമും കൂടി നമ്മൾ ഇവിടെ ലാഭിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ ഫ്രെയിം വർക്കിൽ തന്നെയാണ് ആൻസർ പഠിച്ചേക്കുന്നത്. 2016 ചോദ്യമാണ്. ഓക്കെ, എത്തിക്സ് എങ്ങനെ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്ങിനെ സഹായിക്കുന്നു? എങ്ങനെ ചിന്ത പോകുന്നു? ഇൻട്രോ എഴുതണം അല്ലേ? സോ ഹൗ ക്യാൻ വി റൈറ്റ് ദ ഇൻട്രോ? ചോദിച്ചേക്കുന്ന സാധനം സിമ്പിൾ മീനിങ്, എത്തിക്സ് ആണ് ഇവിടെ മെയിൻ ആളല്ലേ. മെയിൻ ആയിട്ട് എത്തിക്സിനെ പറ്റി ചോദിച്ചേക്കും, അത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്ങിനെ എങ്ങനെ സഹായിക്കുന്നു? യാ, യു ആർ റൈറ്റ്. എത്തിക്സ് ഡിഫൈൻ ചെയ്ത് തുടങ്ങാം. എത്തിക്സിന് ഒരു അടിപൊളി ഡെഫിനിഷൻ, സിമ്പിൾ വേർഡ്സിലുള്ള ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇറ്റ് ഈസ് അബൌട്ട് ഡിസൈഡിങ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ഒരു ഇത് പഠിച്ചല്ലോ, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ഗൈഡ് ലൈൻസ്, അങ്ങനെയുള്ളൊരു ഇത് പഠിച്ചല്ലോ, അത് കൊണ്ടുവരാം. ഇനി 1 എക്സാമ്പിൾ കൊണ്ടുവരാം.
കണക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എത്തിക്സ് നമുക്ക് ആ ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സ് പോലെ തന്നെ നമുക്ക് കൊണ്ടുവരാം. ലൈക്ക് എത്തിക്സ് കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീങ് ഇൻ ദ ഫോളോയിങ് വേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു കണക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഇടാം. ഓക്കെ, സോ ഇവിടെ ബോഡി നമ്മൾ ചിന്തിക്കുമ്പോൾ ലൈക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഡയമെൻഷൻ കൊണ്ടുവരണം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഡയമെൻഷന്റെ സ്ട്രക്ചറിൽ തന്നെയാണ് പഠിച്ചത്. ഇൻഡിവിജ്വൽ ഡയമെൻഷൻ, സൊസൈറ്റൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ സൊസൈറ്റൽ ലെവൽ, ഓർഗനൈസേഷൻ ലെവൽ. ഈ 3 ലെവലിലും എത്തിക്സ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് നമ്മൾ നോട്ട്സിൽ തന്നിരുന്നു, ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിരുന്നു. അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, കഴിഞ്ഞു. ഓക്കെ, കൺക്ലൂഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സോ എന്തെങ്കിലും ഉണ്ടേ, ഓർ മേ ബി ഇവിടെ കോഴ്സിനേക്കാളും വി ക്യാൻ റൈറ്റ് സോർട്ട് ഓഫ് എ വേ ഫോർ വൺ നേച്ചർ, റൈറ്റ്. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ത്രൂ പ്രോപ്പർ അവയർനെസ് അല്ലെങ്കിൽ എത്തിക്കൽ എഡ്യൂക്കേഷൻ വഴിയൊക്കെ നമുക്ക് ഇത് കുറച്ചും കൂടി ഊട്ടിയുറപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആൻസർ എഴുതാം. മീൻസ് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ആൻസർ എഴുതി നോക്കുമോ? യാ, സോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ഫ്രെയിം വർക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ യാ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റും ചെയ്യാൻ സാധ്യതയുണ്ട്. സോ യാ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഇരുന്ന് ആൻസർ എഴുതുകയല്ല നമ്മുടെ ആൻസർ റൈറ്റിംഗ് സെക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് വി വിൽ ബി ബ്രെയിൻ സ്റ്റോമിങ്. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തല എങ്ങനെ പോകണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ സെക്ഷൻസ്, ആൻസർ റൈറ്റിംഗ് സെഷൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പബ്ലിക് ലൈഫിലെ ബേസിക് പ്രിൻസിപ്പിൾസ്? ഇലിസ്ട്രേറ്റ് എനി 3 ഓഫ് ദീസ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം 2019 ചോദ്യമാണ്. ഓക്കെ, സോ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. ആക്ച്വലി നമ്മൾ ആ ക്ലാസ് എടുത്തപ്പോൾ ലൈക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ ആ PPT ഷെയർ ചെയ്യാം. അതിനു മുമ്പ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ ക്ലാസ്സിലൊക്കെ കേട്ട പോയ കാര്യം തന്നെ പരീക്ഷ ചോദിക്കണമെന്നില്ലല്ലോ. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ലൈഫ്? അതായത് നമ്മുടെ പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തില്ല, അതിലോട്ട് വരാം. അതിനു മുമ്പ് എന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. പൊതു ഇടങ്ങളിൽ ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവണല്ലേ. അതിനുവേണ്ടി ട്രൂത്ത്ഫുൾനെസ് അല്ലേ, പരസ്പരം ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാവണം, കോപ്പറേഷൻ ഉണ്ടാവണം, അവിടെ ഇന്റഗ്രിറ്റി എന്നുള്ള ഘടകം വരും അല്ലേ. പബ്ലിക് ലൈഫ് ആകുമ്പോൾ നമ്മൾ പല രീതി അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഒരു ഘടകമാകും. കണ്ടോ, ജസ്റ്റ് കോമൺ സെൻസ് വഴി നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ ജനറേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് ഒരു സോഴ്സിൽ നിന്ന് എടുത്തതാണ്. സോ അത് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം. യാ, അത് നിങ്ങളൊന്ന് നോട്ടിലോട്ട് ആഡ് ചെയ്യണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വിട്ടുപോയൊരു ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ പബ്ലിക് ലൈഫ്. ഒന്ന്, സെൽഫ്ലെസ്നെസ് അല്ലേ. അതായത് ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നോട്ട് ഫോർ പേഴ്സണൽ ഗെയിൻ. നമ്മൾ പബ്ലിക് സ്പിയർ എടുക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കണം നമ്മളെ പറ്റിയല്ല, ഇറ്റ് ഷുഡ് ബി അബൌട്ട് ഓൾ. എക്സാമ്പിൾ കണ്ടില്ലേ, എ സിവിൽ സർവന്റ് അവോയ്ഡിങ് നെപ്പോട്ടിസം ഇൻ റിക്രൂട്ട്മെന്റ്. ഇന്റഗ്രിറ്റി holds oneself to the moral standards, avoiding corruption or conflicts of interest. ഇന്റഗ്രിറ്റി അല്ലേ, ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ സത്യസന്ധത, ഓണസ്റ്റി തന്നെയാണ്, ബട്ട് വി ആർ പ്രാക്ടീസിങ് ഇറ്റ് ഓൺ എ കൺസിസ്റ്റന്റ് ബേസിസ്. എക്സാമ്പിൾ, ഡിക്ലെയറിംഗ് അസറ്റ്സ്, റെഫ്യൂസിങ് ബ്രൈബ്സ്. ഒബ്ജക്റ്റിവിറ്റി അല്ലേ, നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ മെറിറ്റ്, എവിഡൻസ് ആൻഡ് ഫെയർനെസ്. ട്രാൻസ്പെറന്റ് സെലക്ഷൻ ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ്. അക്കൗണ്ടബിലിറ്റി ഉണ്ട്, being answerable for actions and decisions to the public and institutions. Example ആയിട്ട് explaining policy outcomes in parliament or audit reports. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും അധികം ഡിസ്കസ് ചെയ്യാത്തത്. അടുത്തതായിട്ട് ട്രാൻസ്പെറൻസി അഥവാ ഓപ്പൺനെസ്. ആക്ടിങ് ഓപ്പൺലി, പ്രൊവൈഡിങ് റീസൺസ് ഫോർ ഡിസിഷൻ, ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്തിനാണെന്നുള്ള ഇത് പറയുന്നു. അലോവിങ് സ്ക്രൂട്ടിനി. എക്സാമ്പിൾ, പ്രോ ആക്റ്റീവ് RTI ഡിസ്ക്ലോഷർ, RTI അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ. അതുപോലെ പബ്ലിഷിംഗ് ഗവൺമെന്റ് ടെൻഡേഴ്സ്. ഓക്കെ, ടെൻഡേഴ്സ് ഒക്കെ ഡയറക്റ്റ് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുവാണ്. യാ, ഇനി സത്യസന്ധത, ഓണസ്റ്റി. നേരത്തെ നമ്മൾ പഠിച്ചു, ഇന്റഗ്രിറ്റി പറഞ്ഞെടുത്ത് പിന്നെ അവിടെ അത് പറയേണ്ട ആവശ്യമില്ല. ബീങ് ട്രൂത്ത്ഫുൾ ഇൻ ഓൾ പ്രൊഫഷണൽ ഡീലിംഗ്സ്. ലീഡർഷിപ്പ്, ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ആംഗിൾ വി ക്യാൻ ബ്രിങ് ടു ഇറ്റ്. ഇപ്പൊ പബ്ലിക് ലൈഫിൽ ഒരാൾ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്യാം. അയാൾ നയിക്കപ്പെടാം, അല്ലെങ്കിൽ അയാൾക്ക് നയിക്കാം അല്ലേ.
അല്ലെങ്കിൽ കൊളാബറേഷൻ ആണ്. അപ്പോൾ ആസ് എ ലീഡർ നമുക്ക് അപ്പോൾ പ്രൊമോട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ലീഡിങ് ബൈ എക്സാമ്പിൾ. നമുക്ക് റോൾ മോഡലായി മാറാം, അല്ലെങ്കിൽ നമുക്ക് റോൾ മോഡൽസിനെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ. യാ, അപ്പൊ ഈ ശ്രീധരന്റെ എക്സാമ്പിൾ, പുള്ളി ഭയങ്കരമായിട്ട് ഡൽഹി മെട്രോയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഒരു റിവേഴ്സ് ക്ലോക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ആ ഓൺ ടൈമിൽ ആ പ്രോജക്റ്റ് അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടി എഫിഷ്യൻസി ഒക്കെ കൂട്ടിയ ഒരു പരിപാടിയാണ് റിവേഴ്സ് ക്ലോക്ക് സിസ്റ്റം. സോ അതൊക്കെ നമുക്ക് പലയിടത്തും എക്സാമ്പിൾസ് ആയിട്ട് കൊണ്ടുവരാം. ഈ ശ്രീധരൻ തന്നെ പല ആംഗിൾസിൽ ഡൽഹി മെട്രോ എന്ന ഒറ്റ പ്രോജക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ശ്രീധരന്റെ പല എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഓക്കെ, സോ ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ലൈക്ക് ബേസിക്സ് ഓഫ് എന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് എന്താണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതെല്ലാവരും നോട്ടിലോട്ട് ആഡ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പോസ് ചെയ്ത് നിങ്ങൾ നോട്ട് അപ്പം തന്നെ ചെയ്തോണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ PPT ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ലൈക്ക് നമുക്ക് അതും കൂടി ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ചെയ്യാൻ പറയുന്നത്. സോ ലെറ്റ് മീ സീ, നമുക്ക് നല്ല സ്റ്റൈലിഷ് PPTs ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്? ഇല്ലുസ്ട്രേറ്റ് എനി 3 ഓഫ് ദീസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയല്ലോ. അപ്പം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് അത് നോക്കാം. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സോ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഒരു ഒത്തൊരുമിക്കും അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പബ്ലിക് ലൈഫിൽ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ പബ്ലിക് ലൈഫിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് പറയുക. ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി വെക്കുക. ഓക്കെ, സോ അത്രയും സിമ്പിൾ ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ലൈഫ്? പബ്ലിക് ലൈഫിലെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അത് കുറച്ചൊന്ന് ലിസ്റ്റ് ചെയ്യാം. നേരത്തെ കണ്ട സാധനങ്ങളല്ല, അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. അത് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ലൈഫ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് അത്രയും വാല്യൂസ് നമുക്ക് ബോക്സിലായിട്ട് എഴുതാം. മെയിൻ പാർട്ടിന് പോകുന്നത് ഇല്ലുസ്ട്രേറ്റ് എനി 3 ഓഫ് ദീസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൽ ഏതെങ്കിലും 3 എടുക്കുക, എന്നിട്ട് അതിനെപ്പറ്റി കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതുക. ആ എക്സാമ്പിൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആക്കിയാൽ മതി. അതുപോലെ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത്, നമുക്ക് അറിയാലോ കോളേജൊക്കെ കഴിഞ്ഞാണല്ലോ എല്ലാം വന്നേക്കുന്നത്. പഠിച്ച സാധനം 2 സ്റ്റേറ്റ്മെന്റ് കൂടി ആയിട്ട് തള്ളുക. നല്ല അടിപൊളി എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇനിയും പത്രം വായനയിൽ നിന്നും അതിൽ നിന്നും ഒക്കെ നമ്മൾ എൻട്രിച്ചു ആവും. ഓക്കെ, യാ, ഓക്കെ. സോ എക്സാമ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ക്ലാസ്സിൽ ഇപ്പൊ ഒരു ഫ്രണ്ട് ചോദിച്ചാണ് ലൈക്ക് നമ്മൾ എല്ലാ പോയിന്റിനും ഓരോ എക്സാമ്പിൾ വെച്ച് പഠിക്കണോ. ഓക്കെ, സോ ആക്ച്വലി നമുക്ക് എല്ലാ പോയിന്റിനുമായിട്ട് ഒരു എക്സാമ്പിൾ അല്ല പഠിക്കേണ്ടത്. നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചാൽ അത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാം. അതായത് ഇപ്പൊ നമുക്ക് അറിയാവുന്നത്, ഇപ്പം നമ്മൾ പഠിച്ചല്ലോ ഒരു IAS ഓഫീസറോ പേര് മറന്നു. ഓക്കെ, ആ പുള്ളിക്കാരൻ കളക്ടർ സബ് കളക്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഡിസേബിൾഡ് പേഴ്സൺ അല്ലെ, ഡിസേബിൾഡ് പേഴ്സൺ വന്നപ്പോൾ അദ്ദേഹത്തിന് കസേര ഇരിക്കാൻ പറ്റില്ല. അപ്പം ഈ കളക്ടർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സബ് കളക്ടർ എന്ത് ചെയ്തു, താഴെ ഇരുന്ന് അയാളുടെ ഗ്രീവൻസസ് കേട്ടു. ഇവിടെ എന്തൊക്കെ വാല്യൂസ് വരുതാം, വാല്യൂസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. എമ്പതി ആയിട്ട് കണക്ട് ചെയ്യാം. ഒന്ന് എമ്പതി, കമ്പാഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഡെഡിക്കേഷന്റെ വഴി ഒരു പോയിന്റ് എഴുതുവാണെങ്കിൽ നമുക്ക് അത് എഴുതാം. അതുപോലെ സർവീസ് ഡെലിവറിയുടെ ക്വാളിറ്റി, അവിടെയൊക്കെ ഇതെടുത്ത് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചാൽ പരമാവധി അത് ഏതൊക്കെ പോയിന്റ് കണക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയും കൂടി നമുക്ക് പോകണം. സോ ഒരു കീ ആയിട്ട് ഒരു 10-20 എക്സാമ്പിൾസ് മതി. ഇപ്പം അതായത് ഇപ്പൊ ചോദ്യം വരുമ്പോൾ ആക്ച്വലി നമുക്ക് എഴുതാൻ പറ്റണം. അതിപ്പോ എല്ലാ ചോദ്യത്തിലും ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റൂലല്ലോ. സോ ഒരു 10-20-30, ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. നല്ല അടിപൊളി എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, അപ്ലൈ ചെയ്യുക. 20 കുറവാണ് കേട്ടോ, അതിൽ കൂടുതൽ വേണം. ഓക്കെ, അത് നമ്മൾ ഈ പ്രോസസ് വഴി നോട്ട് മേക്കിന്റെ വഴി തന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ ക്ലാസ് കൊണ്ട് എത്ര എക്സാമ്പിൾ പഠിച്ചു. ഇന്ന് തന്നെ ഈ ശ്രീധരനെ പറ്റി പഠിച്ചു, മെട്രോമാൻ ഓഫ് ഇന്ത്യ, ഇവിടെ ഇലക്ഷൻ എന്നുള്ള തോറ്റ ആള്, അതൊക്കെ അറിയാലോ. സോ പുള്ളിയെ പറ്റി 1-2 എക്സാമ്പിൾസ് ഇപ്പൊ പഠിച്ചു. അത് പോലെ എടുത്ത് അപ്ലൈ ചെയ്യാം. ടി എൻ ശേഷം കൊണ്ടുവന്ന ലൈക്ക് ഇലക്ഷൻ കമ്മീഷൻ റിഫോംസ്, അദ്ദേഹത്തിന്റെ ധൈര്യം, ആ ഒരു ബ്രേവറി നമുക്ക് കാണിക്കാം. ഒരുപാട് ഒപ്പോസിഷൻ കിട്ടിയിട്ടാണ് പുള്ളി അത് കൊണ്ടുവന്നത്. അത് ഒറ്റയ്ക്ക് എടുത്ത ഡിസിഷനാണ്. ഇന്നോവേറ്റീവ്നെസ് വരുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വി ക്യാൻ യൂസ് ഇൻ മൾട്ടിപ്പിൾ വൈസ്. സോ എക്സാമ്പിൾസ് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ 2022 PYQ ആണ്. സോ ഇതിന്റെ ഒരു
ക്വസ്റ്റ്യന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ആക്ച്വലി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിലുള്ളതാണ്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എല്ലാ പാർട്ടും അഡ്രസ് ചെയ്യാനുള്ള ഉത്തരം കിട്ടൂലായിരിക്കും. നമുക്ക് നോക്കാം. It is believed that adherence to ethics in human actions would ensure in smooth functioning of an organization or system. If so, what does ethics use to promote in human life? How do ethical values assist in the resolution of conflicts faced by him in his day-to-day functioning? ആക്ച്വലി എഴുതാൻ വേണ്ടി. സോ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ് 2022. സോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ആക്ച്വലി കുറച്ച് ലെങ്തി ആയി വരുന്നുണ്ട്. ഓക്കെ, എക്സ്പെഷ്യലി ലാസ്റ്റ് 2 ഇയേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ലെങ്തി ആണ്. സോ ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. പ്രത്യേകിച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ കുറച്ച് ലെങ്തി ആവുന്നു. നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എത്തിക്സുമായിട്ട് അഡിയർ ചെയ്ത് പോകുന്നത് ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫംഗ്ഷനെ സഹായിക്കുമെന്നാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോ അതെങ്ങനെ എന്നുള്ളൊരു ആംഗിൾ നമുക്ക് എന്തായാലും എഴുതണമെന്നാണ് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെ പറഞ്ഞിട്ട് അടുത്ത പാർട്ടിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലൊരു സാധനം നമ്മൾ എഴുതണമെന്ന് മനസ്സിൽ സങ്കല്പിച്ചു. ഓക്കെ, എന്ത് എഴുതണമെന്നുള്ളത് ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ കണ്ടന്റ്, ബട്ട് വി ആർ ട്രൈങ് ടു ഫ്രെയിം അവർ സ്ട്രക്ചർ ഓഫ് ദ ആൻസർ. അപ്പൊ എങ്ങനെ അതെന്ന് എഴുതി. ഇഫ് സോ, വാട്ട് ഡസ് എത്തിക്സ് യൂസ് ടു പ്രൊമോട്ട് ഇൻ ഹ്യൂമൻ ലൈഫ്? എത്തിക്സ് ഹ്യൂമൻ ലൈഫിൽ ആസ് എ ഹോൾ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് എഴുതണം. ഇനി ഇങ്ങനൊരു കോൺഫ്ലിക്ട്സ് വന്നാൽ ഡേ ടു ഡേ ഹൗ ഡു എത്തിക്കൽ വാല്യൂസ് അസിസ്റ്റ് ഇൻ ദ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട് ഫേസ്ഡ് ബൈ ഹിം മീൻസ് ഡേ ടു ഡേ ഫംഗ്ഷനിങ്. ഓക്കെ, അത് ആക്ച്വലി എത്തിക്സ് ഇൻ പബ്ലിക് ലൈഫ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വരുന്ന ടോപ്പിക്കാണ്. സോ ആ ഒരു പാർട്ട് അവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് പാർട്ട് അവിടെ നിൽക്കട്ടെ. മറ്റ് 2 പാർട്ട് നോക്കാം. സോ നമ്മൾ എത്തിക്സ് ഇൻ ഓർഗനൈസേഷണൽ ലെവലിൽ നമ്മൾ എത്തിക്സ് പഠിച്ചല്ലോ, അവിടെ ഇത് എങ്ങനെ സഹായിക്കാൻ പോകുന്നത്? ചുമ്മാ GS2 എന്ന് ചിന്തിക്കുമ്പോൾ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസീവ്നെസ് 3 പോയിന്റ് ആയേ. പിന്നെന്താ പറ്റും? എഫിഷ്യൻസി 4 പോയിന്റ് ആയേ. ഇത് ഇത്രയും ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ ഓർഗനൈസേഷന്റെ പാർട്ടായിട്ടാണല്ലോ നമ്മൾ ആ പോയിന്റ് പറഞ്ഞത്, നമുക്ക് പകരം അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വെച്ച് ചിന്തിച്ച് നോക്കാം. അതായത് ഓർഗനൈസേഷനുള്ളിൽ ആരുണ്ട്? വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് നല്ല എത്തിക്കൽ പരിപാടിയാണെങ്കിൽ അതിനുള്ളിൽ നടക്കുന്നെങ്കിൽ അവർക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാവില്ല, നല്ല പീസ് ആൻഡ് ഹാപ്പി വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും. അതെഴുതാം. അപ്പൊ ആ ഒരു 2 പോയിന്റും കൂടിയായി. വി ആർ ആഡിങ് പോയിന്റ്സ് ഫ്രം ഡിഫറെന്റ് ഡയറക്ഷൻസ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, പിന്നെന്ത് പറയാം, ഒരു ഓർഗനൈസേഷന് അവരുടെ കസ്റ്റമേഴ്സ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ക്ലയൻസ് കാണും. അവർക്ക് എന്ത് പറ്റും? ആ ഓർഗനൈസേഷന് വിശ്വാസം വരും. ഓക്കെ, സോ ഇങ്ങനെയുള്ള 3 പെർസ്പെക്റ്റീവിൽ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി നമുക്ക് പോയിന്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എഴുതിയ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിവ്നെസ് ഈ 3 പോയിന്റ് മാത്രം എഴുതുന്നു. ആൻഡ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി എഴുതിയതിനു ശേഷം നമ്മൾ മറ്റ് സ്റ്റേക്ക് ഹോൾഡറിന്റെ പോയിന്റ് ആയിട്ടുള്ള ട്രസ്റ്റും ഒക്കെ അങ്ങനെയുള്ള പോയിന്റ്സും കൂടി ആഡ് ചെയ്താൽ ഈ രണ്ടാമത് ചെയ്യുന്ന ആൾക്കാർക്കും മാർക്ക് കൂടുതൽ കിട്ടുന്നത്. കാരണം അയാൾ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇപ്പൊ അത് മാത്രം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ആംഗിൾ മാത്രം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം എഴുതാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ദിസ് ഈസ് ജസ്റ്റ് എ സ്മാൾ പാർട്ട് ഓഫ് അവർ ക്വസ്റ്റ്യൻ. അവിടെ തന്നെ നമ്മൾ ഈ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ ആൻസർ വിൽ ബി വേറെ ലെവൽ. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസും കൊണ്ടുവരാം. നമ്മുടെ എക്സാമ്പിൾസ് എല്ലാം എപ്പോഴും വാരി വലിച്ചെഴുതണമെന്നില്ല. ചിലപ്പം ഇപ്പൊ TN സെഷൻ എഴുതുമ്പോൾ TN സെഷൻ ECI റിഫോംസ് അത്രയും മതി, കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതണ്ട. ഓക്കെ, യാ. ഇഫ് സോ, വാട്ട് ഡസ് എത്തിക്സ് യൂസ് ടു പ്രൊമോട്ട് ഇൻ ഹ്യൂമൻ ലൈഫ്? ഹ്യൂമൻ ലൈഫ് ലൈക്ക് ആസ് എ ഹോൾ ആണ് ചോദിച്ചത്. അപ്പൊ അവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ലെവൽ, സൊസൈറ്റി ലെവൽ, ഓർഗനൈസേഷൻ ലെവൽ കാര്യങ്ങൾ എഴുതി വെക്കാം. ഒരു 3 പോയിന്റ് വെച്ച് ഓരോന്നിനും കൊടുത്ത് എഴുതാം, എക്സാമ്പിൾ കൊടുക്കാം. ഇനി ഹൗ ഡു എത്തിക്കൽ വാല്യൂസ് അസിസ്റ്റ് ഇൻ ദ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് ഫേസ്ഡ് ബൈ ഹിം ഇൻ ഹിസ് ഡേ ടു ഡേ ഫംഗ്ഷനിങ്? സോ ആ പാർട്ട് വി വിൽ ബി ഡീൽ ലേറ്റർ. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എന്തുവായിരുന്നു, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനൊരു ഫ്രെയിം വർക്ക് നമ്മൾ ഒരു പഠിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാനുള്ളത്. സോ അത് പഠിച്ചിട്ട് അത് ഡീൽ ചെയ്യാം. സോ ഇതാണ്. സോ ഇത് ഞാനിപ്പം അത് ഡയറക്റ്റ് ആൻസർ ചെയ്ത് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ എഴുതാൻ എടുക്കുമ്പോഴും മനസ്സിലാവണം, ലൈക്ക് വി ഡോണ്ട് ഹാവ് ദ കംപ്ലീറ്റ് കണ്ടന്റ് ഇൻ അവർ ഹാൻഡ്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കിയൊന്ന് എഴുതണം. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എല്ലാ കണ്ടന്റും ഉണ്ടെന്നല്ല, പക്ഷെ ആ കണ്ടന്റ് നമുക്ക് ഉപയോഗിച്ച് ബാക്കിയുള്ളിടത്ത് എത്താൻ പറ്റും.
ബട്ട് നിലവിൽ നമുക്ക് അത്രയ്ക്കുള്ള കണ്ടന്റ് പോലും ഇല്ല. ആകെ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസാണ് പഠിച്ചത്. ഇനി വാല്യൂസ്, ആറ്റിറ്റ്യൂഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ വൺസ് ഇൻ എ ലൈഫ് ടൈം ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് എൻവയോൺമെന്റ് എത്തിക്സ്? വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻസ് ടു സ്റ്റഡി? ഡിസ്കസ് എനി വൺ എൻവയോൺമെന്റ് ഇഷ്യൂ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എൻവയോൺമെന്റ് എത്തിക്സ്. സോ പലതരം എത്തിക്സ് ഉണ്ട്. വെർച്യൂ, മെറ്റ, ഓക്കെ, അപ്ലൈഡ്, ഓക്കെ. ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ട്. ബട്ട് വി ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദാറ്റ്. അത് കുറച്ച് കാട് കയറി കിടക്കുന്ന സാധനമാണ്. വി ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദാറ്റ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള നോളജ് വെച്ച് ഇത് നമുക്ക് ഇവിടെ നല്ലൊരു ആൻസർ എഴുതാൻ പറ്റണം. ഫസ്റ്റ് പാർട്ട് നോക്കിയേ. വാട്ട് ഈസ് മീൻ ബൈ എൻവയോൺമെന്റൽ എത്തിക്സ്? എൻവയോൺമെന്റൽ എത്തിക്സ് എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എത്തിക്സ് എന്താണെന്ന് അറിയാം. ഇറ്റ് ഈസ് അബൌട്ട് ഡിസൈഡിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്. എന്നാൽ നമുക്ക് ഇവിടെ അതൊന്ന് മോഡിഫൈ ചെയ്ത് എൻവയോൺമെന്റ് റിലേറ്റഡ് ഡിസിഷൻസ് എടുക്കുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് എൻവയോൺമെന്റിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ജീവജാലങ്ങൾ, ലൈക്ക് ഫോണ ആൻഡ് അതർ ബീയിങ്, അതുപോലെ തന്നെ മനുഷ്യന്റെ ഡെവലപ്മെന്റൽ കൺസേൺസും കൂടി അഡ്രസ്സ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഗൈഡ് ലൈനാണ് എൻവയോൺമെന്റൽ എത്തിക്സ്. വളരെ വിശാലമായ ഡിസ്കഷൻ ആയി പോയി, ഒരു ഇൻട്രോ ആയി പോയി. അത്ര എഴുതണമെന്നില്ല. വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ എത്തിക്സ് provides a set of principles on deciding what is right and wrong in a matter of human conduct relating to environment. ഓക്കെ, മറ്റേ ഫോണ നമ്മളിവിടെ ഇട്ടില്ല. ഓക്കെ, ഫസ്റ്റ് പാർട്ട് അവിടെ ഇൻട്രൊഡക്ഷനിൽ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് അഡ്രസ് ചെയ്തു. എന്തെങ്കിലും ഒരു രീതിയിൽ കണക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി? എന്തുകൊണ്ടാണ്? ജസ്റ്റ് ചുമ്മാ ആലോചിക്കാം. നമ്മൾ എന്താണെന്നൊന്നും ഡയറക്റ്റ് പഠിച്ചിട്ടില്ല. ഇപ്പൊ എൻവയോൺമെന്റ് എത്തിക്സ് പഠിച്ചുള്ള ഗുണം എന്താണ്? ഞാൻ എൻവയോൺമെന്റ് എത്തിക്സ് പഠിച്ച് എന്താ ശരി എന്നുള്ളതാണെങ്കിൽ ഞാൻ അവെയർ ആവും. എന്റെ എൻവയോൺമെന്റൽ ആക്ഷൻസിനെ പറ്റി എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ അവെയർ ആവും, റെസ്പോൺസിബിൾ ആവും. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഐ വിൽ ബി മോർ ട്രാൻസ്പെറന്റ് ടു സച്ച് സംഭവം. ലൈക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആവാൻ സാധ്യതയുണ്ട്. എൻവയോൺമെന്റ് എത്തിക്സ് ആണ്. സോ ഞാൻ ഒരു റോഡ് പഞ്ചായത്ത് റോഡ് പണിഞ്ഞപ്പം ലൈക്ക് എത്ര മരങ്ങൾ അവിടെ മുറിക്കപ്പെട്ടു എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇതാവുകയാണ്. ആൻഡ് ഇത് നമ്മളെ അക്കൗണ്ടബിൾ ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രോ ആക്റ്റീവ് മെഷേഴ്സ് വരും. ചിലപ്പോൾ മരങ്ങൾ നടുവായിരിക്കാം, പകരം മരങ്ങൾ നടുവായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരിക്കും. ഓക്കെ, സോ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി? അങ്ങനെ നമുക്ക് ഒരുപാട് ആംഗിൾസ് വരും. ഇപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുമ്പം എൻവയോൺമെന്റ് എത്തിക്സ് പഠിച്ചുള്ള ഗുണം എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടക്കും അല്ലേ? നമ്മൾ ബാക്കി പേപ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഡെവലപ്മെന്റ് വരുമ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടക്കും. നമ്മൾ ബാക്കി നേരത്തെ പറഞ്ഞല്ലോ ഫോണ അതൊക്കെ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, ബോഡി തന്നെ ഉപയോഗിക്കാം. എല്ലാ പാർട്ടും ഇൻട്രൊഡക്ഷൻ വിട്ടു കൊടുക്കാതെ അത് ആ പോയിന്റ്സ് ഇവിടെ കൊണ്ടുവരാം. ഫോണെ സംരക്ഷിക്കാം, ബയോഡൈവേഴ്സിറ്റി. വി ക്യാൻ ബ്രിങ് ഇൻ ദോസ് എൻവയോൺമെന്റ് കീവേഡ്സ് ഹിയർ. ഓക്കെ, ഇനി ഡിസ്കസ് എനി വൺ എൻവയോൺമെന്റ് ഇഷ്യൂ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എൻവയോൺമെന്റൽ എത്തിക്സ്. ഏതെങ്കിലും ഒരു എൻവയോൺമെന്റ് ഇഷ്യൂ എടുക്കുക. ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, എടുത്ത് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എൻവയോൺമെന്റൽ എത്തിക്സ്. ഒപ്പം എൻവയോൺമെന്റ് എത്തിക്സ് കാരണം എന്താ പറ്റി? അവയർനെസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള അവയർനെസ് ക്യാമ്പയിൻസ് പരിപാടി കൊണ്ടുവരാം. എക്സാമ്പിൾ എന്തായിരുന്നു? ഗ്രേറ്റ തൺബർഗ്, പുള്ളിയുടെ ആക്ടിവിസം കാരണം ഇതിനെപ്പറ്റി വലിയൊരു അവയർനെസ് കൊണ്ടുവന്നതിനെ പറ്റി നമുക്ക് ഇവിടെ എഴുതാം. പിന്നെന്താ എഴുതാം? അവയർനെസ് ആയി ഇതിനെപ്പറ്റി മെഷേഴ്സ് ഇപ്പോൾ ആൾക്കാർ എടുക്കുന്നുണ്ടല്ലേ. രാജ്യങ്ങളെല്ലാം ലൈക്ക് ദേ ആർ മോർ. ഇപ്പം നെറ്റ് സീറോ എമിഷൻ ടാർഗറ്റ്സും പരിപാടി ഉണ്ട് അല്ലേ? ഇന്ത്യ എപ്പോഴാ? 2070 അല്ലേ? സോ അതൊക്കെ നമുക്ക് അത്ര ഫാക്ച്വൽ ആക്കണ്ട ആൻസർ, ബട്ട് വി ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ അല്ലേ? സ്റ്റെപ്സ് ടേക്കൺ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ നെറ്റ് സീറോ എമിഷൻ 2070. അപ്പോൾ അതായിരുന്നു 2070 തന്നെ അല്ലേ? ഒന്ന് ചെക്ക് ചെയ്തേക്കെ. ഓക്കെ, സോ അങ്ങനെ പ്രൊആക്റ്റീവ് മെഷേഴ്സ് ആയി, അവയർനെസ് ആയി, വി ക്യാൻ ബ്രിങ് ഇൻ അതർ ഡയമെൻഷൻസ് ലൈക്ക് നമ്മുടെ ടൈഗർ റിസർവ്സും ബയോസ്ഫിയർ റിസർവ്സും ഒക്കെ കൊണ്ടുവന്ന കാര്യങ്ങളെ പറ്റി എഴുതാം. ലൈക്ക് അണ്ടർ WPA 1972. ഓക്കെ, ഫാക്ട്സ് ഒക്കെ ചെക്ക് ചെയ്തേക്കെ, ജസ്റ്റ് ഓർമ്മയെന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് ഇവിടെ എഴുതാം. എൻവയോൺമെന്റൽ എത്തിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ നമ്മൾ ഇവിടെ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ അല്ലേ, ക്ലൈമറ്റ് ചേഞ്ച് എടുത്ത് വെച്ചിട്ട് അത് എഴുതുവാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം അവിടെ? വി ക്യാൻ ബ്രിങ് ഇൻ സം ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ്. ഇപ്പൊ പെട്ടെന്ന് വി ക്യാൻ നമ്മളിപ്പോ പറഞ്ഞ ഓരോ ഇതിലും നമുക്ക് നല്ല രീതി എക്സാമ്പിൾസ് കൊടുത്താതെ എൻറ്റർ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കാരണം അവിടെ അധികം പോയിന്റ്സ് വരില്ല, കാരണം ബോഡിയിലെ 3 പാർട്സ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ
അത്രയും 3 പോയിന്റ് ഒക്കെ എഴുതാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ സൺ ഡയഗ്രം ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ക്രിയേറ്റീവ് ആക്കുവാണെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റീവ് ആക്കി എഴുതാം. ഓക്കെ, നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഇപ്പൊ അധികം പോയിന്റ്സ് ഇല്ല. ഓക്കെ, യാ. ക്വസ്റ്റ്യൻ നമ്പർ 5, ലോ ആൻഡ് എത്തിക്സ്. യാ, ലോയുടെ കാര്യം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ലൈക്ക് വി വിൽ ബി ഡീലിംഗ് വിത്ത് ഇറ്റ് ലേറ്റർ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ നമുക്ക് നോക്കാം. ലോ ആൻഡ് എത്തിക്സ് ആർ കൺസിഡർഡ് ടു ബി ടു ടൂൾസ് ഫോർ കൺട്രോളിംഗ് ഹ്യൂമൻ കണ്ടക്ട് സോ ആസ് ടു മേക്ക് ഇറ്റ് conducive to civilized social existence. Discuss how they achieve this objective. Giving example, show how the two differ in their approaches. So, law and ethics are considered to be two tools for controlling human conduct so as to make it conducive to civilized social existence. ആ സ്റ്റേറ്റ്മെന്റ് അഡ്രസ് ചെയ്തൊരു ഇൻട്രോ കൊടുക്കുക. അതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേറെ വാക്കുകൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അത്രയും മതി, ഇൻട്രോ ആയി. ഇനി എ പാർട്ട്, നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഈ എ ഉണ്ടല്ലോ, ആ പാർട്ട് അഡ്രസ് ചെയ്യാവുന്നതിന് മുമ്പ് ആൻസർ എഴുതുമ്പോഴോ ആ നമ്പർ ഇടണം, എ എന്നിട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡിസ്കസ് ഹൗ ദേ അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. സോ നമ്മൾ ഇൻട്രോ അങ്ങനെ എഴുതിയിട്ട് അതുമായിട്ട് കണക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ചിന്ത പോകേണ്ടത് അങ്ങനെയാണ്. ഇനി ഡിസ്കസ് ഹൗ ദേ അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. ലോ ആൻഡ് എത്തിക്സ് എങ്ങനെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ നോക്കി. എത്തിക്സ് എങ്ങനെ അച്ചീവ് ചെയ്യും? നമുക്കൊന്നെങ്കിൽ നമ്മൾ പഠിച്ച പോലെ ബോക്സ് ഡയഗ്രാം വെച്ച് ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു ബോക്സ് വെച്ച് അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നതെന്ന് 2 കോളമായിട്ട് എടുത്തിട്ടുണ്ട്. വി ക്യാൻ റൈറ്റ് ദാറ്റ്. ആ ഫ്രെയിം വർക്ക് എഴുതാം, അല്ലെങ്കിൽ എത്തിക്സ് എങ്ങനെ അച്ചീവ് ചെയ്യും പോയിന്റ്സ്. ലോ എങ്ങനെ അച്ചീവ് ചെയ്യും? പെനാൾട്ടി, ലൈക്ക് ഫോഴ്സ് വഴി, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ആ രീതിയിൽ നമുക്ക് പോയിന്റ്സ്, നമ്മൾ പഠിച്ച പോയിന്റ്സ് നമുക്ക് അവിടെ കൊണ്ടുവരാം. ഗിവിംഗ് എക്സാമ്പിൾ, ഷോ ഹൗ ദ ടു ഡിഫർ ഇൻ ദർ അപ്രോച്ചസ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾസും കൂടി അവിടെ കൊടുത്ത് ഇതെങ്ങനെ ഡിഫർ ചെയ്യുന്നു, അപ്രോച്ചസിൽ എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ പെനാൾട്ടീസ് മറ്റെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും കോൺസിക്വൻസ് വരുമ്പം എത്തിക്സ് ആകുമ്പോൾ അങ്ങനെ കോൺസിക്വൻസസ് ഒന്നും ഇല്ല അല്ലേ. അവിടെ കോൺസിക്വൻസസ് ഒക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ ബന്ധങ്ങൾ വഷളാകാം, നമ്മൾ അന്ന് പഠിച്ച പോലെ ചില ബന്ധങ്ങളൊക്കെ വഷളാകുമെന്നല്ലാതെ മറ്റ് കോൺസിക്വൻസസ് ഇല്ല. അതുപോലെ തന്നെ എത്തിക്സും ഇതൊക്കെ ആകുമ്പോൾ ഇന്റേണലിൽ നിന്ന് വരുവാണല്ലേ, നമ്മുടെ ഉള്ളിനുള്ളിൽ നിന്ന് വരുമ്പോൾ. മറ്റേന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പ്രഷറാണല്ലേ. സോ ദാറ്റ്സ് അപ് ടു യു. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കണ്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പാർട്സ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, ബാക്കി 2 ക്വസ്റ്റ്യനും ആക്ച്വലി നമുക്ക് മറ്റ് ലൈക്ക് എത്തിക്സിന്റെ ഒരുവിധപ്പെട്ട കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുതാൻ പറ്റിയ ആൻസേഴ്സ് ആണ്. ഓക്കെ, ഒന്ന് 2024 ക്വസ്റ്റ്യൻ, ഇത് 2014 ലൈക്ക് സം ഇയേഴ്സ് ബാക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും നമുക്ക് കുറച്ച് തിങ്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയ കാര്യമാണ്. സോ അത് നമ്മൾ പിന്നെ അഡ്രസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ ആൻസർ ആയിട്ട് തുടങ്ങുമ്പം ചെയ്യാൻ എളുപ്പത്തിനുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യത്തെ 5 ചോദ്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് 5 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കി ടോപ്പോസ്കോപ്പി ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെന്റേഴ്സിനെ കാണിക്കുകയോ ഒക്കെ ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം പാർട്ടായിട്ട് തന്നെ ഇവിടെ തന്നെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഡയമെൻഷൻ. സോ ഇറ്റ് വുഡ് നോട്ട് ബി ഹെക്ടിക് ടാസ്ക് അല്ലായിരുന്നു ഡീകോഡ് ചെയ്യുന്നത്. സോ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഡീകോഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തത്. നിങ്ങൾ എഴുതി തുടങ്ങുക ആൻഡ് ബി പ്രൗഡ്. ലൈക്ക് ഒരു ആൻസർ എങ്കിൽ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ലൈക്ക് ബി പ്രൗഡ് യു ഹാഡ് സ്റ്റാർട്ടഡ് ദ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പയ്യെ കയറി വരാം. അപ്പോൾ നമ്മൾ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് ചാപ്റ്ററിന് ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ് ഡീൽ ചെയ്തത്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ച് കാര്യം മനസ്സിലാക്കാം. ലൈക്ക് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് അല്ലേ, എത്തിക്സ് ചോദിച്ചേക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. ഓക്കെ, എന്തായാലും കേട്ടോ. എത്തിക്സിൽ പലതരം ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഇപ്പൊ കണ്ട പോലെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പാർട്സ് തരും. പിന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, ഡിസ്കസ് അല്ലെങ്കിൽ ജസ്റ്റിഫൈ തരും. ഓക്കെ, പിന്നുള്ളത് കോട്ട് തരും. കോട്ട് വന്നിട്ട് ഇതിന് എന്ത് മനസ്സിലായി എക്സാമ്പിൾ വെച്ച് എഴുതാൻ പറയും. സോ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണുള്ളത്. പിന്നെ ചിലപ്പോൾ കേസ് സ്റ്റഡിയും തരും. ഇപ്പം ഇന്നൊരു ചോദ്യം ഞാൻ ചെയ്യുമായിരുന്നു, ലൈക്ക് റെഫ്യൂജി ക്രൈസിസും ഡെമോക്രാറ്റിക് സംഭവങ്ങളും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസും എന്ന് പറഞ്ഞൊരു PYQ ക്വസ്റ്റ്യൻ തന്നെ. അത് വെച്ചുള്ള കമ്പാരിസൺ
ലൈക്ക് അവിടുത്തെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ആക്ച്വലി അത് കേസ് സ്റ്റഡി മോഡൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2020 സംതിങ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. സോ അങ്ങനെയും അത് പക്ഷെ ആ മോഡൽ ക്വസ്റ്റ്യൻസ് അധികം കാണാറില്ല നമുക്ക്. അതിനുശേഷം വലുതായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ സച്ച് ക്വസ്റ്റ്യൻസ് ക്യാൻ ആൾസോ ബി ആസ്ക്ഡ്. യാ, എന്തെങ്കിലും ആൻസർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഐ നോ, നേരത്തെ പറഞ്ഞല്ലോ, കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ അഡ്രസ് ചെയ്യാം. വി നീഡ് കണ്ടന്റ്. നമുക്ക് അത് എഴുതാനുള്ള കണ്ടന്റ് ഇപ്പോൾ ആയിട്ടില്ല, അതുകൊണ്ടാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു ഓൾ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. യാ, ടേക്ക് കെയർ. ബൈ ബൈ.